ഹായ് ഓൾ, വെൽക്കം ടു ദ ബുക്ക് ഔൾസ്. ബുക്ക് ഔൾസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെർജീനിയ വുൾഫിൻ്റെ ഒരു ഫേമസ് വർക്ക് ആയിട്ടുള്ള എ റൂം ഓഫ് വൺസ് ഓൺ ആണ്. സോ ബിഫോർ വർക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം വെർജീനിയ വുൾഫിനെ കുറിച്ചിട്ട് നോക്കാം. വെർജീനിയ വുൾഫ് ജനിക്കുന്നത് 25th of January 1882 ഓക്കെ. അവർ 8 സിബ്ലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈമിലുള്ള നമുക്കറിയാം ഫീമെയിൽസിന് അല്ലെങ്കിൽ വിമണിന് അങ്ങനെ ഫോർമൽ എഡ്യൂക്കേഷനൊന്നും കൊടുക്കാറില്ല. പക്ഷേ വെർജീനിയ വുൾഫിൻ്റെ ഫാദർ ഒരു ഇൻ്റലക്ച്വൽ ആയിരുന്നു, ആൻഡ് ഓൾസോ ഹി വാസ് എ ലിറ്റററി ക്രിട്ടിക്, ആൻഡ് ഹി എൻകറേജ്ഡ് വെർജീനിയ ടു റൈറ്റ്. അങ്ങനെയാണ് വെർജീനിയ ഈ ഒരു കരിയറിലേക്ക് വരുന്നത്, ഓക്കെ, റൈറ്റിങ്ങിലേക്ക് വരുന്നത്. ഇനി വെർജീനിയയുടെ ഒരു ബ്രദർ ടോബി എന്ന് പറഞ്ഞുള്ളൊരു ബ്രദർ ടൈഫോയിഡ് വന്ന് മരിക്കുന്നുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ട് വെർജീനിയയ്ക്ക് പല രീതിയിലുള്ള ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ വരുന്നുണ്ട്, ഓക്കെ. ആൻഡ് ഓൾസോ ഷീ ഡിഡ് സഫർ വിത്ത് എ ലൈഫ് ലോങ് നെർവസ് ഇൽനെസ്, ഓക്കെ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു പോയിന്റാണ്, ഷീ വാസ് എ മെമ്പർ ഓഫ് ദ ബ്ലൂംസ്ബറി ഗ്രൂപ്പ്. ബ്ലൂംസ്ബറി ഗ്രൂപ്പ് നമുക്കറിയാം ആ ടൈമിലുള്ള ഇൻ്റലക്ച്വൽസിനെ ഒക്കെ കൂടി ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ബ്ലൂംസ്ബറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഓക്കെ. ആൻഡ് ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ബേസ്ഡ് ആയിരുന്നു, ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു 20th century എന്ന് പറയുന്ന മോഡേണിസ്റ്റ് ആ ഒരു എലമെൻറ്റ് കൂടുതലും വരുന്ന ഒരു ഗ്രൂപ്പ് ഒരു ടൈം പീരീഡ് ആയിരുന്നു. ജെയിംസ് ജോയ്സിൻ്റെ വർക്ക്, ആൻഡ് ഓൾസോ ഷീ ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്. നമ്മൾ വെർജീനിയ വുൾഫിനെ അസോസിയേറ്റ് ചെയ്ത് പറയാറുള്ള ഒരു ടെക്നിക്കായിരുന്നു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ആൻഡ് ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരും ദേ വെർ എൻഗേജ്ഡ് വിത്ത് ദ മോഡേണിസ്റ്റ് ഫിക്ഷൻ, പോസ്റ്റ് ഇംപ്രഷണലിസ്റ്റ് ആർട്ട്, പിന്നെ എസ്തെറ്റിക് തിയറി, കൾച്ചറൽ അനാലിസിസ്, ഇതൊക്കെയായിരുന്നു ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് ഓൾസോ ഇവരൊക്കെ ഒരു ലെഫ്റ്റിസ്റ്റ് ലീനിയൻസ് ഉള്ളവരായിരുന്നു. And they mainly rejected the Victorian social norms, religion and codes of behavior. And they did experiment in sexuality and family life. ഇനി നമ്മൾ വെർജീനിയ വുൾഫിൻ്റെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഷീ വാസ് മാരീഡ് ടു എ റൈറ്റർ ലിയോനാർഡ് വൂൾഫ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഹൊഗാർഡ് പ്രസ് തുടങ്ങുന്നുണ്ട്, ഓക്കെ. പിന്നീടാണ് ഈ ബ്ലൂംസ്ബറി ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. And if we look at the novels or the works of Virginia, we have early novels called The Voyage Out, which was published in the year 1915. We have Night and Day, 1919. പിന്നെ ഷോർട്ട് സ്റ്റോറീസ് ഇഷ്ടംപോലെ ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. മൺഡേ ഓർ ട്യൂസ്ഡേ 1921 ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. പിന്നീട് നമ്മൾ നെറ്റ് എക്സാം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വെർജീനിയ വുൾഫിൻ്റെ മിക്ക വർക്ക്സും അവർ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് 2 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് എക്സാമിന് വെർജീനിയ വുൾഫിൻ്റെ അവർ വർക്ക്സ് തന്നിട്ട് ക്രൊണോളജിക്കൽ ഓർഡർ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് വെർജീനിയ വുൾഫ് എന്ന് പറയുന്നത്. സോ എക്സ്പെരിമെൻ്റൽ നോവൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജേക്കബ്സ് റൂം 1922 വരുന്നുണ്ട്. ആൻഡ് മിസ്സസ് ഡാലവേ അറ്റ് അനദർ ഫേമസ് വർക്ക് ബൈ ഹർ ഇൻ ദ ഇയർ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1925. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് മിസ്സസ് ഡാലവേ. പിന്നീട് ടു ദ ലൈറ്റ് ഹൗസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള നമുക്ക് വേറെയും കുറേ ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകളുണ്ട്. സോ ഇനി നമുക്ക് നമ്മളുടെ വർക്കായിട്ടുള്ള എ റൂം ഓഫ് വൺസ് ഓണിൽ പോവാം. എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു എക്സ്റ്റെൻഡഡ് എസ്സേ ആണ് ബൈ ദ റൈറ്റർ വെർജീനിയ വുൾഫ്. ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ 1929 ഇനി ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെർജീനിയ വുൾഫ് ആക്ച്വലി ഡെലിവറി ചെയ്ത 2 ലെക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ്, ഓക്കെ. ഒരു ലെക്ചർ ന്യൂമാൻ കോളേജിലും വേറൊന്ന് ഗ്രിട്ടൺ കോളേജിലും ഡെലിവറി ചെയ്തതാണ്. രണ്ടും വിമൻസ് കോളേജാണ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. ഇനി നമ്മൾ ഈ ഒരു വർക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെങ്തിയാണ്. സോ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു 3 പാർട്ട് ഒരു വീഡിയോയിൽ 3 പാർട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം, ഓക്കെ. ആൻഡ് ഇനി നമ്മൾ ഈ ഒരു വർക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വേരിയസ് മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾസോ ഈ ഒരു വർക്കിന് ഒരു പൊളിറ്റിക്കൽ മീനിങ് ഓൾസോ ഉണ്ട്. നമ്മൾ വെർജീനിയ വുൾഫിൻ്റെ ബയോഗ്രഫി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ടൈമിൽ വിമണിന് എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നില്ല. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു എസ്സേ ആണ് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്നത്, ഓക്കെ. നമ്മൾ ജസ്റ്റ് കുറച്ച് ഇൻട്രോ നമുക്ക് വർക്കിനെ കുറിച്ചിട്ട് നോക്കാം. ഈ ഒരു വർക്കിനെ ദിസ് ഇസ് ഹെയിൽഡ് ആസ് ഫെമിനിസ്റ്റ് ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു വർക്കാണ് എ റൂം ഓഫ് വൺസ് ഓൺ. ആൻഡ് ഓൾസോ ദിസ് ഇസ് ആൻ എക്സ്പാൻഷൻ ഓഫ് ഹെർ ലെക്ചർ ഓൺ ദ ടോപ്പിക്
വുമൻ ആൻഡ് ഫിക്ഷൻ ഡെലിവേർഡ് അറ്റ് കേംബ്രിഡ്ജ്. ഇതിൽ നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് കാണാൻ പറ്റും. അതായത് ഒരു വുമൻ്റെ പൊസിഷൻ ഇൻ എ സൊസൈറ്റി ആൻഡ് ഓൾസോ അവളുടെ ഒരു ഇൻ്റലക്ച്വൽ പവർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാലൻസ് നമുക്ക് ഈ ഒരു ലെക്ചറിൽ കാണാൻ പറ്റും. And this advances the thesis a woman must have money and a room of her own if she has to write fiction. ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു പോയിന്റ് ഇതാണ്. റൂം ഓഫ് വൺസ് ഓണിൽ കൂടുതലും പറയുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുമണിന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. എന്തിനാണ്? അവൾക്കൊരു വർക്ക് ഓഫ് ഫിക്ഷനിൽ ഫോക്കസ് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ എ വുമൻ മസ്റ്റ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾസോ ഒരു റൂം, സ്വന്തമായിട്ടൊരു റൂമും വേണം. അതായത് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു റൂമും വേണം എന്നുള്ളൊരു പോയിന്റിനെ കൂടുതലും ഇതിൽ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു എസ്സെയാണ് ഈ ഒരു എസ്സെ. ആൻഡ് ഓൾസോ ഇനി നമ്മൾ ഈ ഒരു വർക്കിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു പാർട്ട്ലി ഫിക്ഷണൽ വർക്കാണെന്ന് പറയാം. ആൻഡ് ഓൾസോ ഒരു പാർട്ട്ലി നറേറ്റീവ് ആണ്. ഓക്കെ. ആൻഡ് ഇതിൽ ഒരു റൈറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നറേറ്ററിൻ്റെ മെൻ്റൽ പ്രോസസ്സിനെ കൂടുതലും രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് പോകുന്നത്. ഓക്കെ. ആൻഡ് ഇതിലെ നറേറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റർ തന്നെ പറയുന്നുണ്ട് ലൈക്ക് ആരുമാവാം. ഓക്കെ. ആൻഡ് അതിൽ പറയുന്നതാണ് ഇൻ കോട്ട്സ് കോൾ മീ മേരി ബെറ്റൺ. ഓക്കെ. BETON അല്ലെങ്കിൽ മേരി സെറ്റൺ SCTON ആൻഡ് ഓർ മേരി കാർമിക്കൽ or by any name you please. It does not matter of any importance. So ഈ ഒരു ഇത് നറേറ്റ് ചെയ്യുന്നത് ദ നറേറ്റർ ക്യാൻ ബി ഏതൊരു വുമണും ആവാം. ഓക്കെ. അത് വേണമെങ്കിൽ ഞാനാകാം, അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ ലെക്ചർ കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു കോളേജിലെ ഏതൊരു ലേഡി റൈറ്റർ അല്ലെങ്കിൽ ഏതൊരു വുമൺ വേണമെങ്കിലും ആകാമെന്ന് ആദ്യമേ റൈറ്റർ അല്ലെങ്കിൽ നറേറ്റർ പറയുന്നുണ്ട്. നമുക്കിനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സ് നോക്കി പോയിട്ട് പിന്നെ നമുക്ക് ഇലോബറേറ്റ് ചെയ്തിട്ട് പറയാം. ഫസ്റ്റ് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നറേറ്റർ ബിഗിൻസ് ഹർ ഇൻവെസ്റ്റിഗേഷൻ അറ്റ് ഓക്സ്ഫോർഡ് കോളേജ്. ഷീ റിഫ്ലെക്ട്സ് ഓൺ ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് അവൈലബിൾ ടു മെൻ ആൻഡ് വുമൺ ഓൺ മെറ്റീരിയൽ ഡിഫറൻസസ് ഇൻ ദിയർ ലൈഫ്. സോ ആദ്യം തന്നെ വുമണിനും ഒരു മെന്നിനും കിട്ടുന്ന അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിനെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ റൈറ്റർ അല്ലെങ്കിൽ നറേറ്റർ ഒരു ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി അവിടെ പോകുന്നത് വുമൻ റൈറ്റേഴ്സിൻ്റെ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പക്ഷേ ഇവർ എൻഡ് ചെയ്യുന്ന എന്തെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റൈറ്റിംഗ് എല്ലാം, അതായത് വുമണിനെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്നത് മുഴുവനും മെന്നാണ്. ആൻഡ് ഓൾസോ അതിൽ നമുക്ക് ഒരു എന്താ പറയുക ലൈക്ക് ആ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു മെൻ റൈറ്റർ ഒരു ടൈപ്പ് ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ആങ്കർ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക്സ് ഒക്കെ എഴുതിയിരിക്കുന്നതെന്ന് ഈ പെർട്ടിക്കുലർ നറേറ്ററിന് മനസ്സിലാവുന്നു. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണ്. ഹിസ്റ്ററിയിലേക്ക് നോക്കുമ്പോഴും like she finds so little data about everyday lives of women and then she decides to reconstruct their existence imaginatively. സോ വീണ്ടും ഇങ്ങനെ ഹിസ്റ്ററി ബുക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററീസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ റൈറ്റർ അല്ലെങ്കിൽ നറേറ്ററിന് വളരെ കുറച്ച് വിരളമായിട്ടുള്ള ഇത് മാത്രമേ വുമൻ റൈറ്റേഴ്സിനെ പറ്റി അല്ലെങ്കിൽ വുമൻ്റെ എവറിഡേ ലൈഫിനെ കുറിച്ചിട്ട് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ആൻഡ് ഇവിടെ നിന്ന് നമ്മളുടെ നറേറ്റർ ഒരു റീകൺസ്ട്രക്ഷൻ ഓഫ് പാസ്റ്റ് ആണ് നടത്തുന്നത്. ഓക്കെ. അവരുടെ തന്നെ ഇമാജിനേഷൻ വെച്ചിട്ട് അവരിങ്ങനെ നോക്കുകയാണ് പണ്ടൊരു കാലത്ത് ഒരു വുമൻ റൈറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നേനെ, എങ്ങനെയായിരിക്കും അവരെ സൊസൈറ്റി കാണുക എന്നൊക്കെ ഇങ്ങനെ തന്നെ താൻ ഇമാജിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഫിഗറാണ് ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്നത്. സോ ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്നത് നമ്മളുടെ നറേറ്ററിൻ്റെ ഇമാജിനേഷനിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ഇഫ് ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ വിച്ച് ഇസ് ലൈക്ക് ഈക്വൽ ഷേക്സ്പിയറിനെ പോലെ തന്നെ ഈക്വൽ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അവരെ നെയിം ചെയ്യുന്നതാണ് ജൂഡിത്ത് ഷേക്സ്പിയർ. സോ അവർ സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേനെ എന്നതിനെ കുറിച്ചിട്ട് ഒരു ഇമാജിനേഷൻ നമ്മളുടെ നറേറ്റർ ഇവിടെ നടത്തുന്നുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് ഓഫ് മേജർ വുമൺ നോവലിസ്റ്റ് ഇൻ ദ 19th century. എന്തൊക്കെ നമ്മളുടെ അതായത് ഈ വെർജീനിയ വുൾഫിന് മുന്നേ ഉള്ള റൈറ്റേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അവർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുന്നുണ്ട്. അതായത് അവരുടെ വർക്ക്സിനെ അക്നോളജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വെർജീനിയ വുൾഫ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗ ഷീ റിഫ്ലെക്ട്സ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷൻ ഓഫ് ആൻ ആസ്പയറിംഗ് റൈറ്റർ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഓഫേഴ്സ് എ സർവേ ഓഫ് ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ലിറ്ററേച്ചർ കണ്ടക്റ്റഡ് ത്രൂ എ റീഡിംഗ് ഓഫ് ദ ഫസ്റ്റ് നോവൽ ഓഫ് വൺ ഓഫ് ദ നറേറ്റേഴ്സ് കണ്ടംപററീസ്. അങ്ങനെ ഒരു വർക്കിനെ കുറിച്ചിട്ട് ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം
നമ്മൾ റൈറ്റേഴ്സ് 19th സെഞ്ച്വറി റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മളുടെ നറേറ്റർ അക്നോളജ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഷീ റിഫ്ലെക്ട്സ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ലിറ്ററേച്ചർ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടൊരു അനാലിസിസ് നടത്തുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഫൈനൽ സെക്ഷൻ എല്ലാ വുമണിനോടും പറയുകയാണ് ലൈക്ക് ടു ഫോളോ ദ ട്രഡീഷൻ, അതായത് നമുക്ക് മുന്നേ ചെയ്തിരുന്ന വുമൺ റൈറ്റേഴ്സിൻ്റെ ട്രഡീഷൻ ഫോളോ ചെയ്ത് ആൻഡ് ഓൾസോ ഒരു ട്രഡീഷണൽ വാല്യൂവിനെയും ബേസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഈ കൂടിയിരിക്കുന്ന ഓഡിയൻസിനോട് നറേറ്റർ ആവശ്യപ്പെടുകയാണ്. സോ ഇതാണ് ഈ ഒരു ലെക്ചറിൻ്റെ ഒരു വെരി പ്രിസൈസ് ഫോം എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഡീൽ ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ വെർജീനിയ വുൾഫിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ലൈക്ക് ഒരു വിമൻസ് കോളേജിൽ ലെക്ചറിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ വെർജീനിയ വുൾഫിനെ സംബന്ധിച്ചിടത്തോളം ലെക്ചർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിമൻ ആൻഡ് ഫിക്ഷൻ ആണ്. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് റാദർ ദാൻ ചൂസിങ് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് പോലെ പറയുന്നതിന് പകരം ഷീ ചൂസസ് ടു ഷെയർ എ നറേറ്റീവ് വിത്ത് എ ഫിക്ഷണൽ ക്യാരക്ടർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മേരി. ഈ ഒരു മേരി ആര് വേണമെങ്കിലും ആകാം എന്ന് ആദ്യമേ റൈറ്റർ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു നറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് ടൈംസ് ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലും ആൻഡ് ഓൾസോ ഈ ഒരു ക്യാരക്ടർ ഇൻ്റർചേഞ്ച് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി എനി വുമൻ. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നറേഷൻ സ്വിങ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ആദ്യമായിട്ട് മേരീനെ കാണുന്നത് മേരി ഒരു ലോണിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഈ ഒരു ലോൺ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു ഗാർഡ് പെട്ടെന്ന് വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഒരു മെയിൽ ഫെലോസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ടൈമിൽ മേരിക്ക് പല തോട്ട്സും മേരിയുടെ ഉള്ളിൽ പോകുന്നുണ്ട്. അതായത് ഷി വാസ് അബൌട്ട് ടു റൈറ്റ് എ ഫിക്ഷൻ ആൻഡ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ലോൺ എന്ന് പറയുന്നത് മെൻ സ്കോളേഴ്സിന് അല്ലെങ്കിൽ മെൻ ഫെലോ സ്കോളേഴ്സിനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് മേരി പിന്നെ ആ ഒരു ലോൺ ഏരിയയിൽ നിന്ന് പോകുന്നു. ആൻഡ് പിന്നീട് നേരെ പോകുന്നത് ലൈബ്രറിയിലാണ്. ലൈക്ക് ചാൾസ് ലാമ്പിൻ്റെ എസ്സേസ് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആൻഡ് അവിടെ അറൈവ് ചെയ്യുന്ന മേരി ആൻഡ് ഷീസ് എഗെയിൻ ടേൺഡ് അവേ എന്നിട്ട് പറയുകയാണ് ഈ ഒരു ലൈബ്രറി ഉള്ളത് മെന്നിനാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ലൈക്ക് മെന്നിനും വിമണിനും ഉള്ള മെറ്റീരിയൽ റിസോഴ്സസിനെ കുറിച്ചിട്ട് നമ്മളുടെ റൈറ്റർ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ഒരു പാർട്ട്. ഓക്കെ, ആൻഡ് എഗെയിൻ ആ ലൈബ്രറിയിൽ നിന്ന് പോകുന്നു. ആൻഡ് പിന്നീട് ഒരു ചാപ്പൽ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഫ്രം ദെയർ ഓൾസോ ഷീ ഈസ് റെഫ്യൂസ്ഡ് ടു എൻറ്റർ. ആൻഡ് നൗ ഇനി ഒരു ലഞ്ച് ഓൺ അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഷീ അറ്റൻഡ്സ് എ ലഞ്ച് ഓൺ എക്സ്പ്ലെയിനിങ് ദ പ്ലെന്റിഫുൾ ഫുഡ് ആൻഡ് എ ലൈവ്ലി കോൺവെർസേഷൻ ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. സോ ഒരു ഫിക്ഷൻ എഴുതാൻ പോയ ആൾ അവസാനം ഫുഡിനെയൊക്കെ ഗ്രേറ്റ് ഡീറ്റെയിൽ ഇങ്ങനെ എൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, നൗ ഇനി നമ്മളുടെ മേരി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻസ് കോളേജിലെ മീലും വുമൻസ് കോളേജിലെ മീലും തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഇവിടെ ഒരു വിമൻസ് കോളേജ് എന്ന് പറയുന്നത് ഫിക്ഷണൽ വിമൻസ് കോളേജാണ്. ആൻഡ് മേരി കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് ഫുഡ് എന്ന് പറയുന്നത് വളരെ സ്പാഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ദ കോൺവെർസേഷൻ ലാക്ക് ലസ്റ്റർ. ഷീ റിഫ്ലെക്ട്സ് വിത്ത് എ ഫ്രണ്ട് അബൌട്ട് ഹൗ വെൽ ഫണ്ടഡ് മെൻസ് കോളേജസ് ആർ. ഇനി മെൻ്റെ കോളേജിൻ്റെ ഫണ്ടിനെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, മെൻസ് കോളേജിനാണെങ്കിൽ നെവർ എൻഡിങ് ഫണ്ടിങ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ മെൻസ് വിത്ത് ലെഗസീസ് ഒക്കെ മെൻസ് കോളേജ് ഫണ്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഈ വിമൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നീട് ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഫാമിലീനെ റൈസ് ചെയ്യാനായിട്ട് ഇവർ മാറിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ വിമൻ്റെ കോളേജിൽ ഫണ്ട് അങ്ങനെ അധികം ഒന്നും കിട്ടാറില്ല. വളരെ മീഗറായിട്ടുള്ള ഫണ്ട് റൈസേഴ്സ് മാത്രമേ ഇവിടെ വരാറുള്ളൂ അല്ലെങ്കിൽ ഫണ്ട് ചെയ്യാറുള്ളൂ എന്നും നമ്മളുടെ മേരി പറയുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന മേരി ഭയങ്കര അപ്സെറ്റ് ആണ്. ആൻഡ് ഷീ ഗോസ് ടു ഹെർ ബെഡ്. ഇനി നെക്സ്റ്റ് സെഷൻ അതായത് പാർട്ട് 2 നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഡേ മേരി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് മ്യൂസിയം ലണ്ടൻ ബ്രിട്ടീഷ് മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് മ്യൂസിയം ഇൻ ലണ്ടൻ. ആൻഡ് ഇവിടെ ആക്ച്വലി പുള്ളിക്കാരത്തിയുടെ ഈ ഒരു സെർച്ചിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഈസ് ഹിയർ ടു ഫൈൻഡ് ദ ട്രൂത്ത് ബിഹൈൻഡ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ ഇൻ ലിറ്ററേച്ചർ. മെൻ റൈറ്റേഴ്സും അല്ലെങ്കിൽ വുമൻ റൈറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസസിനെ കുറിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് റീ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് നടത്താനാണ് ഇപ്പോൾ നമ്മളുടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പോകുന്നത് മേരി എന്താ റിയലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈവൻ സബ്ജക്റ്റ് വുമൺ ആണെങ്കിൽ പോലും അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് മെൻ ആയിരിക്കും. ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ ഒരു ഫീമെയിലിനെ എങ്ങനെ അനലൈസ് ചെയ്ത് കാണുന്നു അതിനെ കുറിച്ചിട്ടാണ് ബുക്സുകളെല്ലാം. ഓക്കെ, ആൻഡ് ഇവർ പിന്നീട് അനലൈസ് ചെയ്യുമ്പോൾ മേരിക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം മെയിൽ ഓതേഴ്സ് വുമണിനെ പ്രേസ് ചെയ്യാറുമുണ്ട് ആൻഡ് ഓൾസോ കണ്ടം ചെയ്യാറുമുണ്ട്, പുച്ഛിക്കാറുമുണ്ട്, പ്രേസ് ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലാവുന്നു.
ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഒരു ഹിസ്റ്ററി തന്നെ ഓവറോൾ കൺട്രോൾഡ് ബൈ മെൻ ആണ്. അത് നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം നമ്മൾ ക്ലാസിക് നോവൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഫീമെയിലിനെ കൂടുതലും പോർട്രേ ചെയ്യുന്ന മെൻ റൈറ്റേഴ്സ് ആയിരുന്നു. മെയിൻലി ബിക്കോസ് ആ ഒരു ടൈമിൽ ഫീമെയിൽ റൈറ്റേഴ്സ് വരാറില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാറില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ലിയോ ടോൾസ്റ്റോയിൻ്റെ അന്ന കരീന ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും അതിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു ഫീമെയിലിൻ്റെ ചിന്താഗതി എല്ലാം ഒരു മെയിൽ റൈറ്ററാണ് പറയുന്നത്. ആ ഒരു ക്ലാസിക് ഇറ്റ് ഇസ് വെരി വണ്ടർഫുൾ വർക്ക്. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെയാണ് ഒരു എന്താ പറയുക, നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. ആൻഡ് നെക്സ്റ്റ് തിങ്, നമ്മളുടെ മേരിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്സ് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ലൈക്ക് ഇവള് എന്ന് പറയുന്നത്, മേരി എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇവരുടെ കൂടെ തന്നെ ആ ഒരു ലൈബ്രറിയിൽ യങ് മെയിൽ റിസർച്ചേഴ്സ് ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു വർക്ക് എന്ന് പറയുന്നത് അവർക്ക് സിംപിളി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ബിക്കോസ് ദേ ആർ ട്രെയിൻഡ് ഫോർ ഇറ്റ്. പക്ഷെ മേരീനെ സംബന്ധിച്ചിടത്തോളം മേരി അൺട്രെയിൻഡ് ആണ്. അപ്പം ഇവൾക്ക് ഈ ഒരു ഇത്രയും ഇൻഫർമേഷൻ അല്ലെങ്കിൽ വോളിയൂം ഓഫ് ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ഷീ ഈസ് ആങ്കേർഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇവിടെ ഒരു വുമണിന് വെൻ കമ്പയർഡ് വിത്ത് മെയിൽ ഓതേഴ്സ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ ഹെഡ്സ് ഔട്ട് ഫോർ ലഞ്ച്. നെക്സ്റ്റ് മേരി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോഴത്തേക്കും അതിലെ മിക്ക ഹെഡ്ലൈൻസും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ പ്ലേ ചെയ്യുന്ന ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് റോൾസിനെ കുറിച്ചിട്ടാണ്. സൊസൈറ്റിയിൽ മെയിൽ അല്ലെങ്കിൽ മെൻസ് ഫോളോ ചെയ്യുന്ന കുറേ റോൾസിനെ പറ്റിയിട്ട്. ആൻഡ് ഓൾസോ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എന്താണ്, വുമൺ റോൾസിന് ഒരുമാതിരി ഡൗൺ പ്ലേഡ് ആണ് എന്ന് നമ്മളുടെ മേരി മനസ്സിലാക്കുന്നു. ഓക്കെ. ആൻഡ് ഇങ്ങനെ പിന്നീട് മേരി ഇങ്ങനെ വണ്ടർ ചെയ്യാണ്. ഷീ വണ്ടേഴ്സ് വൈ മെൻ മസ്റ്റ് അസേർട്ട് ദെയർ പവർ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് വിമൻ. അതായത് ഒരു വിഭാഗം താഴ്ന്നു നിന്നു കഴിഞ്ഞാൽ മാത്രമേ വേറൊരു വിഭാഗത്തിന് ഒരു ഉയർച്ച ഉണ്ടാകൂ. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ അങ്ങനെ വിമൻ്റെ റോൾസിനെ ഡൗൺ പ്ലേ ചെയ്തിട്ട് മെന്നിൻ്റെ റോളിനെ വളരെ സുപ്പീരിയർ ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ മേരി അനലൈസ് ചെയ്യുകയാണ്. ആൻഡ് മേരി ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതായത് വൈ ഷുഡ് മെൻ അസേർട്ട് ദെയർ പവർ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് വുമൻ. ആൻഡ് ഓൾസോ പിന്നീട് മേരി നോക്കുമ്പം മേരിക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമണിനെ എപ്പോഴും ഒരു മിറർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മെന്നിൻ്റെ ഫിഗറിനെ വളരെ എൻലാർജ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അതായത് വുമണിന് പറ്റാത്ത കാര്യം മെന്നിന് പറ്റുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും മനസ്സിലായോ? ആൻഡ് ഇഫ് വിമൻ വെയർ ടു ഗിവ് ക്രിറ്റിസിസം ടു മെൻ ദേ വുഡ് ഷ്രിങ്ക് എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ മേരി പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് മേരി ഫുഡൊക്കെ കഴിഞ്ഞു, ലഞ്ചിനുള്ള പേ ചെയ്തു. ഓക്കെ, ലഞ്ചിൻ്റെ പൈസ പേ ചെയ്തതിന് ശേഷം ഇനി ആലോചിക്കുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് എങ്ങനെയാണ് ആനുവൽ സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ആണ്ടിൻ്റെ നിന്നാണ് ആനുവൽ സ്റ്റൈഫൻഡ് കിട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഓക്കെ ഇത് മതി, എനിക്ക് ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത് മതിയാകും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇറ്റ്സ് ഇനഫ് ഫോർ ഹർ ടു ലീവ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ മാൻ. ആൻഡ് she believes this allows her to view society more objectively and concludes that both men and women suffer from gender roles imposed on them. സോ ഇങ്ങനെ ഈ ഒരു സ്റ്റൈഫൻഡിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം മേരി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഓക്കെ ലൈക്ക് ഒരു സൊസൈറ്റീനെ എനിക്ക് കുറേ കൂടി ഒബ്ജക്റ്റീവ്ലി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻകം ഒക്കെ മതിയാകും. ആൻഡ് പിന്നീട് മേരി കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് മെന്നിനും വിമണിനും ലൈക്ക് ജെൻഡർ റോൾസ് ഉണ്ട്. ഓക്കെ, ആ സൊസൈറ്റി ഇമ്പോസ് ചെയ്യുന്ന പല വിധത്തിലുള്ള ജെൻഡർ റോൾസും ഉണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, പിന്നെ ഇങ്ങനെ മേരി ആലോചിക്കുകയാണ്, ഈവൻ ഇഫ് വിമൻ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ മെന്നിന് കിട്ടുന്ന അത്ര ഒരു എമൗണ്ട് അല്ലെങ്കിൽ അത്ര ഒരു പേയ്മെൻറ്റ് വുമണിനും കിട്ടുമോ എന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. വുമൻസ് ഒപ്പീനിയൻ ഫോർ വർക്ക് പേ ലിറ്റിൽ കമ്പയർഡ് ടു മെൻസ് ആൻഡ് ഷീ റിഫ്ലെക്ട്സ് ഓൺ വാട്ട് ദിസ് മീൻസ് ഫോർ വുമൻസ് ഫിക്ഷൻ. അപ്പോൾ ഒരു വിമൻ റൈറ്റർ ഫിക്ഷൻ എഴുതുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക, എത്രമാത്രം സ്വീകാര്യത ഉണ്ടാകും എന്നൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ മൂവിങ് ഓൺ ടു പാർട്ട് 3. പാർട്ട് 3 എഗെയിൻ മേരി ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് മേരി എന്തിനെ കുറിച്ചിട്ട് നോക്കിയാണ് പോയത്, ഷി വാസ് അബൌട്ട് ടു ഡിസ്കവർ ദ ഡിസ്പാരിറ്റി, എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറൻസസ് ആണ് മെൻ ആൻഡ് വുമൺ തമ്മിലുള്ളത് എന്ന് നോക്കാനാണ് പോയത്. പക്ഷെ അതിലൊന്നും ഒരു പ്രോപ്പർ ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ മേരിക്ക് കിട്ടുന്നില്ല. എന്നിട്ട് മേരി വിചാരിക്കുന്നുണ്ട്, ഓക്കെ മേ ബി ഒരു ഹിസ്റ്റോറിയൻ എൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. ബട്ട് എഗെയിൻ ഷീ ഫൈൻഡ്സ് എ വെരി ലിറ്റിൽ റിട്ടൺ അബൌട്ട് വുമൺ ഇൻ ഹിസ്റ്ററി ബുക്സ്. ഇനി ഫിക്ഷൻ നോക്കുകയാണ്. ഫിക്ഷനിലാണെങ്കിൽ വുമൺ ആർ റിട്ടൺ ആസ് ഇൻസ്പിറേഷണൽ ക്യാരക്ടേഴ്സ്. പക്ഷെ റിയൽ ലൈഫിൽ അവർക്ക് എഡ്യൂക്കേഷനും കൊടുക്കുന്നില്ല ആൻഡ് അവരെ എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി ഓഫ് ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ടൈറ്റിൽ ചെയ്യുക. ഓക്കെ,
ആൻഡ് ഇതൊക്കെ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇഫ് അറ്റ് ഓൾ വിമണിനും ഒരു സെയിം ഇന്റലക്ച്വൽ പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആയിട്ടുള്ള ജൂഡിത്ത് ഷേക്സ്പിയറിനെ ഇതിലേക്ക് നമ്മളുടെ മേരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിന്റെ ഫിക്ഷണൽ സിസ്റ്റർ ആണ്. ആൻഡ് ഇനി മേരി ഇങ്ങനെ ചോദിക്കുകയാണ് ഓഡിയൻസിനോട്, ലൈക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക, ജൂഡിത്തിനും സെയിം ടാലന്റ് ആണ്, സെയിം കപ്പാസിറ്റീസ് ആണ്, ബ്രദറിനെ പോലെ തന്നെ, വില്യം ഷേക്സ്പിയറിനെ പോലെ തന്നെ സെയിം ടാലന്റ് ആൻഡ് കപ്പാസിറ്റി ആണെങ്കിൽ ഇനി ഇവർ രണ്ടുപേരും ഇവരുടെ രണ്ടുപേരുടെയും സർക്കംസ്റ്റൻസസ് ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യമിന് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. ഓക്കെ, വില്യത്തിന് സ്കൂളിൽ പോയിട്ടൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ ജൂഡിത്ത് എന്ത് വേണം, വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും. ആൻഡ് അതിൽ ലൈക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പോർട്രേ ചെയ്യുന്നുണ്ട്. അതായത് വില്യത്തിന്റെ ബുക്കുകളൊക്കെ എടുത്തിട്ട് ജൂഡിത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി സ്കൂൾ പഠനം എല്ലാം കഴിഞ്ഞു, വില്യം വലുതായി. വില്യം ഇനി എവിടെ പോകും? ലണ്ടനിൽ പോകും. തിയേറ്റേഴ്സിൽ വർക്ക് ചെയ്യാനായിട്ട് പോകും. പക്ഷെ ജൂഡിത്തിന് എന്ത് വേണം, ഫാമിലി പറയുന്ന പോലെ കേട്ട് നേരത്തെ കൂട്ടി തന്നെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വരും. ഈവൻ ഇഫ് അവളുടെ കല്യാണം തലേന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലാസ്റ്റ് മിനിറ്റ് അവളൊരു എക്സ്കേപ്പ് നടത്തി ലണ്ടനിൽ എത്തിച്ചേർന്നാൽ പോലും തിയേറ്റേഴ്സ് മാനേജേഴ്സ് ഇവളെ കാണുമ്പോഴത്തേക്കും, ഇവളെന്താ ഒരു പെണ്ണാണല്ലേ, അപ്പോൾ തിയേറ്റർ മാനേജേഴ്സ് ഇവളെ കണ്ട് മോക്ക് ചെയ്ത് ചിരിക്കാനൊക്കെ തുടങ്ങും. ആൻഡ് ചിലവർ വേണമെങ്കിൽ ഇവളെ റേപ്പ് ചെയ്യാം, ആൻഡ് അതുവഴി അവൾ പ്രഗ്നൻ്റ് ആവാം. ആൻഡ് ദിസ് ഫൈനലി ഇവളെ ഒരു സൂയിസൈഡിലേക്ക് നയിക്കാം എന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ഈക്വൽ ചാലഞ്ച് ഉള്ള ഒരു ഫീമെയിൽ റൈറ്ററിന് ആ ഒരു ടൈമിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് അത്ര അക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ നിലനിൽക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അവർക്കുണ്ടാവുക എന്നാണ് ഈ ഒരു ജൂഡിത്ത് ഷേക്സ്പിയറിന്റെ കഥയിൽ കൂടെ നമ്മളുടെ മേരി വ്യക്തമാണ്. ആൻഡ് ലൈക്ക് ഹാവിങ് സെഡ് അബൌട്ട് ജൂഡിത്ത് ഷേക്സ്പിയർ, ഇനി ഒരു ജനറലൈസേഷനിലേക്കാണ് നമ്മളുടെ മേരി പോകുന്നത്. ഇങ്ങനെ രീതിയിൽ എത്ര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റഡ് റൈറ്റേഴ്സിനെ മേ ബി എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ദേ മേ ബി അക്യൂസ്ഡ് ഫോർ വിച്ച് ക്രാഫ്റ്റ്, ഇവരൊക്കെ വിച്ച് ക്രാഫ്റ്റുകളാണ് എന്ന് പറഞ്ഞിട്ട് അക്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെങ്ങനെ ഷണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് മേരി അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്നിട്ട് മേരി പറയുന്ന വേറൊരു കാര്യമാണ്, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് ഒരാളുടെ ടാലൻറ്റ് നമ്മൾ കൂടുതൽ നർച്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു രീതിയിലുള്ള ഒരു ഡിസ്ട്രാക്ഷനും വരാൻ പാടില്ല. ഇനി വിമൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡൊമസ്റ്റിക് ലൈഫ് ഓറിയൻറ്റഡ് ആണ് അല്ലേ, ഫാമിലി, ഹോം, അതൊക്കെ അവൾ നോക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഷേക്സ്പിയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് കൊണ്ടുവരാനുള്ള സർക്കംസ്റ്റൻസസും റിസോഴ്സസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും ഫേമസ് ആയത് എന്ന് പറയുന്നത്. പക്ഷേ അത് ആ ടൈമിൽ ഒരു ഫീമെയിൽ റൈറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും അത് കിട്ടില്ല എന്നും അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഈ ഒരു തേർഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് സെഷൻസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.